1000 രൂപയുടെ മരുന്നിന് 1500 രൂപയാകുകയാണ്. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തണം. ആ ഓൺലൈൻ ഫാർമസിക്ക് കൂച്ചുവിലങ്ങടാം. ഇത് അശാസ്ത്രീയമാണ്. അവിടുത്തെ സൈക്യാട്രി മരുന്നുകൾ ഇത് ദുരുപയോഗം ചെയ്യും. മയക്കുമരുന്നുകൾ ഉപയോഗിക്കും. ആർക്കും ഓൺലൈനായി 2 ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ് ഓൺലൈൻ ഫാർമസി കൊണ്ടുണ്ടാകുന്ന നമസ്കാരം. ഓൺലൈൻ ഫാർമസി മൂലം ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ടി സതീശൻ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഞങ്ങൾ ഈ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ ഫാർമസിസ്റ്റ് നിലപാടുകൾക്കെതിരായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളാണ്. അതിലൊന്ന് പ്രധാനമായും ഉള്ളത് മരുന്ന് വില ഇപ്പോൾ 50%, 60ഓളം മരുന്നുകളുടെ വില 50% ഉയർന്നിരിക്കുകയാണ്. ആ 50% ഉയർത്തുക എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ മരുന്നിന് 1500 രൂപയാകുകയാണ്. ഇത് പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഓൺലൈൻ ഫാർമസി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു നിർബാധം തുടരുന്ന അവസ്ഥയാണുള്ളത്. ആ ഓൺലൈൻ ഫാർമസിക്ക് കൂച്ചുവിലങ്ങടാം. ഇത് അശാസ്ത്രീയമാണ്. ഏത് മരുന്നും ആർക്കും എവിടെ നിന്നും വാങ്ങാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മേഖലയിൽ 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, ചെറുകിട ഔഷധ വ്യാപാര മേഖല അടച്ചുപൂട്ടും. രണ്ടാമത്തത്, സൈക്യാട്രിക് ഡ്രഗ്സ് ഉൾപ്പെടെ മരുന്നുകൾ ഉൾപ്പെടെ ഏതാൾക്കും എവിടെയും കിട്ടുന്ന സംവിധാനങ്ങളുണ്ടാകും. മരുന്നുകളെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഫാർമസിസ്റ്റുകളുടെ ഒരു സഹായമോ ഒരു സംവിധാനമോ ഇതിനുണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് കോഴ്സ് നിർത്തലാക്കുക എന്നുള്ളതാണ്. അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അശാസ്ത്രീയമാണ്. അങ്ങനെ ഒരു കോഴ്സേ ഇല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റെയോ ഒരു അംഗീകാരവും ഇല്ലാത്ത കോഴ്സാണ്. കുട്ടികളെ പറ്റിച്ച് ഇതൊക്കെ രജിസ്ട്രേഷൻ കിട്ടും എന്നൊക്കെ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് കോഴ്സ് എന്ന് പറയുന്ന ഇതിന് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല. ഈ പറയുന്ന ചൂഷണം ചെയ്ത് കുട്ടികളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഈ സംവിധാനം നിർത്തലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് ഒരു മുദ്രാവാക്യം. ഇപ്പം പുതുതായിട്ട് വന്നത് ഫാർമസികൾക്ക് അതിൻ്റെ വാടക ഇനത്തിൽ ഇപ്പോൾ GST 18% വാടകയിലെ GST കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ വളരെ ഗൗരവമായി ആവശ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. പിന്നെ ചില കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് ഡിപ്ലോമ ഫാർമസിസ്റ്റുകളെ ഒഴിവാക്കുക. ഡിഗ്രി മതി എന്നാണ് പറയുന്നത്. ഡിപ്ലോമ കോളേജുകൾ ഇഷ്ടം പോലെ കൊടുക്കാൻ ഗവൺമെൻറ് അംഗീകാരം കൊടുക്കുകയാണ്. പക്ഷേ എന്നിട്ട് ഡിപ്ലോമ വേണ്ട എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഈ തൊഴിൽ അന്വേഷകരായിട്ടുള്ള ചെറുപ്പക്കാർ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയാണ് ഉണ്ടാവുന്നത്. അത് അവസാനിപ്പിച്ച് എല്ലാവർക്കും ഫാർമസിസ്റ്റുകൾക്കും ഫാർമസി രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള തൊഴിൽ കൊടുക്കണം എന്നുള്ള സംവിധാനം ആണ് അതിൽ ഉയർത്തിയിട്ടുള്ള മറ്റൊരു മുദ്രാവാക്യം. അതുപോലെ തന്നെ ഔഷധ നിർമ്മാണം ഇപ്പോഴും പഴയ പോലെ തന്നെ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന് കീഴിലാണ്. അടിയന്തരമായി ഇതിനൊരു പുതിയ മന്ത്രാലയം ഉണ്ടാക്കണം. മരുന്ന് ഉൽപ്പാദനം, അതുപോലെ തന്നെ മരുന്നുകളുടെ കണ്ടുപിടുത്തം, കോവിഡ് വാക്സിനൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമുക്കറിയാം നാട്ടിൽ. അതുപോലുള്ള പുതിയ മോളിക്യൂളുകൾ കണ്ടുപിടിക്കാൻ ഉൾപ്പെടെ നിർമ്മാണം ഉൾപ്പെടെ ഒരു പ്രത്യേക മന്ത്രാലയം സെൻട്രൽ ഗവൺമെൻറ് രൂപീകരിച്ച് അതിനെ കീഴിലാക്കി മാറ്റാൻ വേണ്ടി കഴിയണം എന്നുള്ള ജീവത്തായ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് ജനങ്ങളുടെ മുദ്രാവാക്യമാണ്, ഫാർമസിസ്റ്റുകളുടെ മാത്രം മുദ്രാവാക്യമല്ല. ഇതിന് സർവ്വവിധ പിന്തുണയും ജനങ്ങളിൽ നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഓൺലൈൻ വ്യാപാരം, ഈ മരുന്നിൻ്റെ വ്യാപാരം, ദൂരവ്യാപകമായ പ്രത്യാഘാതം എങ്ങനെയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുക? ഓൺലൈൻ വ്യാപാരം, മരുന്നുകളുടെ ഓൺലൈൻ ഫാർമസി സംവിധാനം 2 തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ചെറുകിട മേഖലയിലെ ഫാർമസികൾ അടച്ചുപൂട്ടുന്ന അവസ്ഥ വരും. അടച്ചുപൂട്ടിയാൽ അവിടെ ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഒന്നുണ്ടാവുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ നിങ്ങൾക്കറിയാം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ലോകം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ചില ബാക്ടീരിയകൾക്കെതിരായ റെസിസ്റ്റ് ആവുന്ന ബാക്ടീരിയകൾ അതിന് മരുന്ന് പിടിക്കാതിരിക്കുന്ന അവസ്ഥ തുടങ്ങിയിട്ടുള്ള പ്രശ്നം. ഇപ്പം നമ്മുടെ ഫാർമസികളിലൊക്കെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ വളരെ കൃത്യമായി ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി നീല കവർ ഉൾപ്പെടെ ആക്കി ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ആകുമ്പോഴോ ആർക്കും എവിടുന്നേയും കിട്ടും. നിങ്ങൾ ആവശ്യപ്പെടുന്ന മരുന്ന്, അവിടുത്തെ സൈക്യാട്രി മരുന്നുകൾ ഇത് ദുരുപയോഗം ചെയ്യും.
മയക്കുമരുന്നുകൾ ഉപയോഗിക്കും. ആർക്കും ഓൺലൈനായി 2 ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ് ഓൺലൈൻ ഫാർമസി കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്.